ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സമുദായത്തെ നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും നല്ല സമുദായം അത് ബഹുമാനപ്പെട്ട സ്വഹാബ കിറാമാണ്. ആ സ്വഹാബത്തിനെ ചൂണ്ടിക്കൊണ്ട ഖുർആൻ പറയുന്നത് ആമീനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബികൾ എങ്ങനെയാണോ വിശ്വസിച്ചിട്ടുള്ളത്, ആ സ്വഹാബികൾ എങ്ങനെയാണോ ദീന് മനസ്സിലാക്കിയിട്ടുള്ളത്, ആ സ്വഹാബികൾ എങ്ങനെയാണോ ഹദീസ് പഠിച്ചിട്ടുള്ളത്, ശരീഅത്തിന്റെ നിയമങ്ങളും തസവ്വുഫും ഒക്കെ പഠിച്ചിട്ടുള്ളത്, ആ സ്വഹാബികളുടെ ആ അചഞ്ചലമായ വിശ്വാസത്തെയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. ആ സ്വഹാബികൾ ദീന് പഠിപ്പിച്ചു കൊടുത്തത് താബിഴുകൾക്കാണ്, താബിഴുകൾ തബഴു താബിഴുകൾക്കാണ്. വലിയ ഇമാമുകൾ അഇമ്മത്തുൽ അർബഅ, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഒരുപാട് അഇമ്മത്തുകളിലൂടെ, മുജദ്ദിദുകളിലൂടെ, പണ്ഡിതന്മാരിലൂടെ, ഔലിയാക്കളിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ. ഒരിക്കലും തന്നെ ഈ പാരമ്പര്യം എന്ന് പറയുന്ന ഈ മഹത്തായ ഈ ആശയത്തെ ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത്, വ്യതിയാനം സംഭവിക്കരുത്. ഈ പാരമ്പര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയും ആ പാരമ്പര്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, ഈ പാരമ്പര്യത്തെ എങ്ങാനും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പരാജയമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ പാരമ്പര്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ആ നീണ്ടു നിൽക്കുന്ന ആ ഒരു പരമ്പര ഇന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് സുന്നികളായ ആളുകൾക്ക് മാത്രമാണ്.